ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കാറ്ററിംഗ് സ്പെഷ്യൽ സദ്യ സാമ്പാർ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സാമ്പാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ കല്യാണ വീടുകളിലും മറ്റുള്ള ആവശ്യങ്ങളിലൊക്കെ ഇലയിൽ വിളമ്പുന്ന അതേ ഒരു രീതിയിലാണ് നമ്മളിവിടെ പാചകം ചെയ്ത് കാണിക്കുന്നത്. നമ്മളെ വീട്ടില് മിക്കപ്പോഴും സാമ്പാറൊക്കെ തയ്യാറാക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതേ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ കാറ്ററിംഗ് സ്പെഷ്യൽ വീഡിയോസ് ആണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ പഠിച്ച പാഠങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതും. തീർച്ചയായിട്ടും നല്ലൊരു സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരു വീഡിയോ കാണേണ്ട ഒരു ആവശ്യമില്ല. അതിനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് സാമ്പാറിന്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് 125 ഗ്രാം അളവിലുള്ള കപ്പിലാണ് ഞാനിപ്പോൾ തുവരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുള്ളത്. നല്ലൊരു സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുവരപ്പരിപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഈ പരിപ്പിനെ നല്ല പോലെ ഒന്ന് കഴുകിയതിനു ശേഷം ഒരു കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. കഴുകിയ പരിപ്പെല്ലാം ഞാൻ കുക്കറിലേക്കൊന്ന് മാറ്റുവാണ്. പരിപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു കപ്പ് ഒഴിക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 100 ഗ്രാം കൊച്ചുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുവാണേ. ഇഞ്ചി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 10 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപ്പിന് ആവശ്യമായ ഉപ്പും കുറച്ച് കായം കൂടെ ചേർക്കണം കേട്ടോ. പരിപ്പ് വേവിക്കുമ്പോൾ ഇതേപോലെ കട്ടൻ കായം ചേർത്ത് വേണം തന്നെ വേവിച്ചെടുക്കാനായിട്ട്. ഇനി കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് പരിപ്പിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം വെണ്ടക്കയും അതുപോലെ ഒരു 4 തക്കാളിയും 2 മുരിങ്ങാക്കായും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഓരോന്നും 4 കഷ്ണങ്ങളാക്കി മാത്രമാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു സാമ്പാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെണ്ടക്കയും തക്കാളിയും മുരിങ്ങാക്കായും മാത്രമാണ് നമ്മുടെ ഈ ഒരു സദ്യ സാമ്പാറിൽ ചേർക്കുന്നത്. തക്കാളി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വെണ്ടക്ക ഇതേ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വെണ്ടക്കയും തക്കാളിയും എല്ലാം നല്ലവണ്ണം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ 2 മുരിങ്ങക്കായ കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ഇത്രയേ ഉള്ളൂ കേട്ടോ കഷ്ണങ്ങള്. ഇനി നമ്മുടെ സാമ്പാറിന് നല്ല കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 4 കൊച്ചുള്ളി ഒന്ന് ചെറുതായി മുറിച്ചതിന് ശേഷം അതുകൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളകും ഒരു 3 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ഗോൾഡൻ കളർ ആകുന്നത് വരെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയുടെ ഒരു കളറൊക്കെ ഒരു ഇളം ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില എത്രയോ ചേർക്കണോ അത്രയും ടേസ്റ്റിയാണ് നമ്മുടെ സാമ്പാർ. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം തണുക്കാനായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചിട്ടും കൂടി എടുക്കാം. ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 സ്പൂൺ കടുകും അതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവയും കടുകും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. നമ്മളിതെല്ലാം ഒന്ന് കോരി മാറ്റി വെക്കുന്നത് നമ്മുടെ സാമ്പാർ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെണ്ടക്ക കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സാമ്പാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം എണ്ണയിൽ വഴറ്റിയിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പച്ചവെള്ളത്തിലൊന്നും വേവിക്കുന്നില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതിയാകും. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മുരിങ്ങക്കായ കൂടെ ചേർക്കാം. മുരിങ്ങക്കായും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം ഇതേപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലവണ്ണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം.
നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 സ്പൂൺ അളവില് മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി, 2 സ്പൂൺ അളവില് സാമ്പാർ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി തക്കാളി എല്ലാം വേവിച്ചു കൂടി എടുക്കണം. നമ്മുടെ സാമ്പാറിലെ ഈ ഒരു വെണ്ടക്കയും തക്കാളിയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് കേട്ടോ. എണ്ണയിൽ വഴറ്റി ചെയ്യുന്നത് കൊണ്ട് കഷ്ണങ്ങളൊന്നും വെന്തുടയാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പച്ചക്കറികളെല്ലാം ഒരു 2 മിനിറ്റ് നേരം കൂടെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനാവശ്യമായ പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാമ്പാർ വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോകരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് പുളി നല്ല പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് വേവിക്കുമ്പോൾ നിങ്ങൾ അധികം കുഴയുന്ന രീതിയിലേക്ക് വേവിച്ചെടുക്കരുത്. പരിപ്പ് അധികം വെന്തു പോയാൽ സാമ്പാർ വളരെ എളുപ്പത്തിൽ തന്നെ കുറുകിപ്പോവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ഒരു വേവ് നിർത്തിയിട്ട് വേണം സാമ്പാറിലേക്ക് പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. വെന്തുടയുന്ന ഒരു രീതിയിലാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. തിളച്ചു തുടങ്ങിയ സാമ്പാറിലേക്ക് 1 പിടി കൊച്ചുള്ളി കൂടെ ചേർക്കുന്നുണ്ട്. കൊച്ചുള്ളി ഇങ്ങനെ ചേർക്കുന്നത് ഇതൊന്ന് പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് വറ്റി തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. സാമ്പാറിൻ്റെ കട്ടി നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ പുളിവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാൻ പോവാണ്. മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് ഇടവിട്ട് നമുക്ക് മൂടി തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ സാമ്പാറിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉരുക്കി അരിച്ചെടുത്ത ശർക്കരപ്പാനിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്തരച്ചെടുത്ത അരപ്പ് കൂടെ ചേർക്കുവാണ്. നമ്മൾ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ വറുത്തരച്ച അരപ്പ് കൂടെ ചേർത്തത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഇനി തിളപ്പിക്കേണ്ട ഒരാവശ്യമില്ല, നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സാമ്പാറിന് പ്രത്യേക സ്വാദൊക്കെ കിട്ടുന്നത്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം. കായപ്പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാൻ പോവാണ്. മൂടി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വറവെല്ലാം ചേർത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപാര മണമുള്ളൊരു സാമ്പാർ കൂടിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. ഇനിയും നിങ്ങൾ ആവശ്യപ്പെടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുമാണ് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാനായിട്ട് പ്രചോദനമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് അതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഈ ഒരു റെസിപ്പി എത്തിക്കാനും കൂടെ ശ്രമിക്കണം കേട്ടോ. ഞാൻ തരുന്ന ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അതുവരെയും കാണാം.